അപ്പിയറൻസ് വൈസ് ഒരു ഗുണ്ട ലുക്കാണെങ്കിലും പിഞ്ചു മനസ്സാണ്. ആദ്യമായിട്ട് ഞാൻ ഓഫീസിൽ കയറിയും പുള്ളിയെ കാണുമ്പോൾ ഞാൻ പേടിച്ചു പോയി, സൈസൊക്കെ കണ്ടിട്ടേ. പക്ഷെ സംസാരിച്ചപ്പോൾ പുള്ളി സെറ്റായിരുന്നു. ഇനി നമുക്ക് മേഘനയെ കുറിച്ച് കുറ്റം പറയാം. മേഘന പാവം കൊച്ച് തലയിറങ്ങി വീഴുകള്. മേഘന വന്നപ്പോ തന്നെ പെട്ടെന്ന് കമ്പനിയായി. ജാടയും അങ്ങനെയൊന്നും ഇല്ലാത്തൊരു കൊച്ചായിരുന്നു അല്ലേ? സേവ് ദ വീട്ടിലൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി. ഇത്ര റൊമാൻറ്റിക്കാന്ന് വിചാരിച്ചേ ഇല്ല. ട്രിവാൻഡ്രം കാസർഗോഡ്, അത് IBSന്റെ മായമാണ്. അവരവിടെ ജോലിക്ക് പോയി, അങ്ങനെ പരിചയപ്പെട്ടെന്നെങ്കിയാണ് ഞങ്ങൾ ഇറങ്ങിയത്. എന്റെ ചേട്ടനെ മേയ്ക്കാൻ പറ്റിയ ഒരു കുട്ടീനെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ പാവമാണ്. അതെ, വളരെ പാവമാണ്. പൊക്കി പറയുന്നല്ല കേട്ടോ. സോ വി വിഷ് ബോത്ത് ഓഫ് യു ഹാപ്പി മാരീഡ് ലൈഫ്. ശരിക്കും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളാണ് അച്ഛൻ. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും അവിടുന്ന് മെനക്കെട്ട് ഇങ്ങോട്ട് വന്നത്. സത്യം പറഞ്ഞാൽ കല്യാണം വിളിക്കാതാണ് വന്നിട്ടുള്ളത്. വിളിച്ചിട്ടില്ലായിരുന്നു. അവൾ വരും വസന്തമായി, ഇതൾ തൊടും വിലോലമായി, മിഴിയാകെ കനവേകാൻ മനമാകെ കതിരാടാൻ, കാണും നേരം മൗനം പോലും ഗാനമായി മാറുവാൻ, ചാരേ തൂവൽ വീശും വെൺപ്രാവിൻ മന്ത്രണം കേൾക്കുവാൻ, ഒഴുകാനുള്ളിലെ തേൻനദി, വിടരാനുള്ളിലെ വെൺമതി, ഒഴുകാനുള്ളിലെ തേൻനദി, വിടരാനുള്ളിലെ വെൺമതി. സപ്പോർട്ടായിരുന്നു. ലൈക്ക് അമ്മയും അച്ഛനൊക്കെ നല്ല കമ്പനിയായിരുന്നു. ചേട്ടനായാലും ചേട്ടൻ്റെ വൈഫായാലും എല്ലാവരും നല്ല കമ്പനിയാണ്. അതുകൊണ്ട് ആ ഒരു ടെൻഷൻ അങ്ങ് പോയി കിട്ടി. എല്ലാവരും നല്ലൊരു ഹെൽപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അങ്ങനെ ഒരു മരുമോളാണ് എന്നുള്ള ആ ഒരു ഡിഫറൻസിയേഷൻ ഒന്നും ഇല്ല എന്നുള്ള രീതിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ ഒരു ഹാപ്പിയാണ്. വേഗാലിലോ സടൈ വിചേതാവി പൂവേ നീവേ സ്വച്ഛമൈന വസന്തമൈ విరబూసావా నన్ను చేరవా ప్రేమ నిండే. ഈ കുട്ടികളിയൊക്കെ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ അവർക്കൊരു ദേഷ്യമായിട്ട് വരും. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഞാൻ എപ്പോഴും കുട്ടിയായിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ കുട്ടികളിയൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരാളെ കിട്ടി. അപ്പം അങ്ങനെ ഒരാളെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം.